വെൽക്കം ടു ക്ലാസിക് കേരള PSC. ഇന്ന് നടന്ന UPSC എക്സാമിൻ്റെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ നോളജിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും ഉള്ളൊരു ഉത്തരങ്ങളുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോസൊക്കെ നോക്കി പരിശോധിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അത് നോക്കി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 81 മുതൽ 90 വരെയുള്ള ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഐ ഡിഡിൻ വാണ്ട് ടു ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അണ്ടർലൈൻ വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ടു ലിസൺ സീക്രട്ട്ലി എന്നാണ് അല്ലേ. അപ്പോൾ എനിക്ക് സീക്രട്ടായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ടു ലിസൺ സീക്രട്ട്ലി എന്നാണ് അർത്ഥം. ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിഡ്ജറ്റിംഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബിഹേവിങ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ചൂസിങ് ദി കറക്റ്റ് ടെൻസ് ഫ്രം ദ ഫോളോയിങ് ആണ് അല്ലേ. അപ്പോൾ ഇഫ് യു ആർ എ പെയിൻറ്റർ, ഇഫ് ക്ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഇഫ് ക്ലോസ് എന്നുള്ള പോർഷൻ. നമ്മൾ മുമ്പ് ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഇഫ് ക്ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും മാത്സിൻ്റെയും മറ്റ് GK ടോപ്പിക്കുകളുടെയും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക് അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ്. ഓരോ ടോപ്പിക്കിലും കേരള ജോഗ്രഫി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഓരോ ടോപ്പിക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും 2024 ചോദിച്ച ചോദ്യങ്ങൾ മാത്രമായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന LDC LGS എക്സാമുകൾക്കൊക്കെ ആ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രയോജനപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും ഇഫ് ക്ലാസ് ഉൾപ്പെടെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാറുമുണ്ട്. ഓക്കെ, അപ്പോൾ 83ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇഫ് യു ആർ എ പെയിൻറ്റർ എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കി എന്ത് വരും? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. യു മേ കം ഇൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 84 വെനെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ. വെനെവർ എന്നുള്ള സാധനം വന്നിട്ടാണ് വന്നേക്കുന്നത്. വെനെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ. അപ്പോൾ ബാക്കി എന്തായിരിക്കും വരുന്നത്? 84ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഹി ഡ്രീവ് കാറ്റ്സ് എന്നാണ് അല്ലെ. സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത്. ഹി ഡ്രീവ് കാറ്റ്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, നൈന വാസ്, ഇത് SCRT ചോദ്യമാണ് കേട്ടോ. ഹി ഡ്രീവ് കാറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു SCRTയിലെ സെൻറ്റൻസ് ആണിത്. ഓക്കെ, അപ്പോൾ 85ാമത്തെ ചോദ്യം, നൈന വാസ് അമേസ്ഡ് ഡാഷ് ഹെറോൺ സ്ട്രെങ്ത്. ഓക്കെ, അമേസ്ഡ് ഡാഷ് ഹെറോൺ സ്ട്രെങ്ത്. അപ്പോൾ സ്ട്രെങ്തിൽ അമേസ്ഡ് ആയി എന്ന് പറയണമെങ്കിൽ ഏത് പ്രിപ്പോസിഷൻ വരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. അമേസ്ഡ് അറ്റ് ഹെറോൺ സ്ട്രെങ്ത് എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇനി രജത്ത് റാൻ ഡാഷ് ഇൻ ടു ദി ഗാർഡൻ എന്നാണ്. അപ്പോൾ ഇതൊരു ഫ്രൈസൽ വെർബിൻ്റെ ചോദ്യമാണ്. രജത്ത് റാൻ ഡാഷ് ഇൻ ടു ദി ഗാർഡൻ. അപ്പോൾ 86ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ റാൻ അറ്റിൻ്റെ ഉത്തരം എന്താണ്? റഷ് ചെയ്യുക എന്നാണ് അല്ലേ. അപ്പോൾ ഗാർഡനിലേക്ക് പെട്ടെന്ന് പോയി എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ രജത്ത് റാൻ അറ്റ് ഇൻ ടു ദി ഗാർഡൻ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, ആൻ ഈറി സൗണ്ട് ഫ്ലോട്ടഡ് ഡാഷ് ദി എയർ. അപ്പോൾ 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉയരം ഇൻ ദി എയർ എന്നാണ്. ഫ്ലോട്ടഡ് ഇൻ ദി എയർ എന്നാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ്, വെൻ ഐ ബിക്കം ദി ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദി വൈഡർ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഇറ്റ് വാസ് എ 2 acre പ്ലോട്ട് വിത്ത് കോക്കനട്ട് പാംസ് ആൻഡ് an old house where we could live. Those were the days when the price of coconuts, ഈ ഒരു സെൻറ്റൻസ് നോക്കി വെച്ചേക്കുക, price of coconuts was going up and I was in high spirits at the thought of the palms laden with the coconut. ഓക്കെ, ദ പ്രൈസ് ഓഫ് ഡാഷ് വാസ് ഗോയിങ് അപ്പ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ഈ പാരഗ്രാഫിലുള്ള അതേ ചോദ്യമാണ്. ആർക്ക് വായിച്ചാലും എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ദ പ്രൈസ് ഓഫ് കോക്കനട്ട്സ് വാസ് ഗോയിങ് അപ്പ് അല്ലേ. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. 88ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 89, ഹൗ ഡിഡ് ദി ഓതർ ഫീൽ അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐ ഫെൽറ്റ് വെരി ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓതറിനെ ഒരുപാട് സന്തോഷമായി എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പോൾ ഓതറിൻ്റെ ഫീലിംഗ് എന്താണ്? ഹാപ്പിയാണ്. അപ്പോൾ ഹൗ ഡിഡ് ദ ഓതർ ഫീൽ എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പി നോക്കുമ്പോൾ ഹാപ്പി ഇല്ല. പക്ഷേ ബാക്കി 3 വാക്കിൻ്റെയും അർത്ഥം നമുക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും. സാഡ് അല്ല, ആംഗ്രി അല്ല, എക്സൈറ്റഡ് അല്ല. എലേറ്റഡ് എന്ന് പറയുന്നത് ഹാപ്പി എന്ന് പറയുന്ന വാക്കിൻ്റെ എന്താണ്? ഒരു സിനോണിമാണ്. അപ്പോൾ എലേറ്റഡിൻ്റെ അർത്ഥം എന്താണ്? സന്തോഷിക്കുക എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം എന്താണ്? സജസ്റ്റ് 1 വേർഡ് ഇൻ ദ ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് അല്ലേ. അപ്പോൾ ഓതർ ഒരുപാട് സന്തോഷത്തിലായി, ഓവർ എക്സൈറ്റഡ് ആയി, ഓവർ ഹാപ്പി ആയി എന്നുള്ളതാണ് ഈ ഹൈ സ്പിരിറ്റ്സ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അർത്ഥം വരുന്നത് 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജോയ്ഫുൾ എന്ന ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ സജസ്റ്റ് 1 വേർഡ് ഫോർ ദി ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജോയ്ഫുൾ ആണ്. അപ്പോൾ ഇംഗ്ലീഷിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസായി കൃത്യമായിട്ട് പഠിക്കുന്നത് ഭാവിയിലെ ചോദ്യങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് പല ഭാഗത്തും ചോദിക്കാറുണ്ട്. സിനോണിംസും ആൻറ്റണിംസും ഒക്കെ വരുന്ന, ഗ്രാമർ പാർട്ടും ഒക്കെ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും കാണാൻ നോക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.